നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ വടത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. മരണത്തിലും ഒന്നിച്ച സുഹൃത്തുക്കൾക്ക് വികാരനിർഭരമായ യാത്രയയപ്പ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളായ ആൻസ്റ്റിനിന്റെയും അലന്റെയും സംസ്കാരം പള്ളിക്കുന്ന് സെമിത്തേരിയിൽ നടത്തി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് ദേശീയപാത സ്തംഭിക്കുന്ന സ്ഥിതിയിലെത്തിച്ചു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന്റെ ഭാഗമായി HRPM ആമ്പല്ലൂരിൽ സാമൂഹ്യ പരിവർത്തന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ മടത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കോൺട്രാക്ടറാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപം സർവീസ് റോഡിൽ കാനയ്ക്ക് മുകളിൽ ചെരിച്ചു വെച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ഇതിൽ തട്ടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ പിറകെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ യാത്രക്കാരുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരണത്തിലും ഒന്നിച്ച സുഹൃത്തുക്കൾക്ക് വികാരനിർഭരമായ യാത്രയയപ്പ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളായ ആൻസ്റ്റിലിന്റെയും അലന്റെയും സംസ്കാരം പള്ളിക്കുന്ന് സെമിത്തേരിയിൽ നടത്തി. വരാക്കര മേച്ചേരിപ്പടി വീട്ടിൽ അൻസന്റെയും ചാൻസിയുടെയും മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിൽ, വരന്തരപ്പിള്ളി വാടാന്തോൾ വെണ്ണാട്ടുപറമ്പിൽ ജോയിയുടെയും സജിതയുടെയും മകൻ 18 വയസ്സുള്ള അലൻ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11:30 KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഉച്ചയോടെ ആൻസ്റ്റിലും രാത്രിയിൽ അലനും മരണത്തിന് കീഴടങ്ങി. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരേ സുഹൃത്ത് വലയത്തിലെ പ്രിയപ്പെട്ടവർ. ശനിയാഴ്ച വൈകിട്ട് ആദ്യം ആൻസ്റ്റിലിന്റെ വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം വരന്തരപ്പിള്ളി പള്ളിയിലെത്തിച്ചു. തുടർന്ന് അലന്റെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തി മൃതദേഹം പള്ളിയിലെത്തിച്ചു. അതുവരെ ആൻസ്റ്റിലിന്റെ കുടുംബവും ബന്ധുക്കളും കാത്തുനിന്നു. തുടർന്ന് ഇരുവരെയും ഒന്നിച്ചാണ് പള്ളിക്കുന്ന് സെമിത്തേരിയിൽ എത്തിച്ചതും സംസ്കരിച്ചതും. കളിച്ചിരികളിലൂടെ കടന്നുപോയ സൗഹൃദം ഒന്നിച്ചു തന്നെ വിടവാങ്ങി. ഇതിനിടയിൽ ഇരുവരും പള്ളിയിൽ ഭക്തസംഘടനാ സൗഹൃദ മത്സരങ്ങളിൽ കളിക്കുന്ന പഴയ വീഡിയോയും പ്രാദേശിക ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു. ഇതോടെ ഇവരുടെ ഓർമ്മകൾ നൊമ്പരമായി. അലൻ വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് CJM അസംഷൻ HSS +2 വിദ്യാർത്ഥിയാണ്. സഹോദരി അനഘ. മരിച്ച ആൻസ്റ്റിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയാണ്. ആൻസില, സ്റ്റിനിൽ എന്നിവർ സഹോദരങ്ങളാണ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. സിൻഡോ പയ്യപ്പള്ളി, ലിനോ മൈക്കിൾ, PP ചന്ദ്രൻ, ഹരൻ ബേബി, പ്രതീഷ്, ജിതിൻ പ്രിൻസ്, അഭയൻ, അഭിഷേക്, എഡ്വിൻ ആൻഡോ, ലിൻസൺ പല്ലൻ, AL ജോയി, ബിനോയ് കൊടിയൻ, സൈമൺ മാടമ്പി, KV കല്യാണി, ചാക്കോച്ചൻ, ഷാജു ചീനാൻ, ജസ്റ്റിൻ ജോണി, KL ജോസ്, PC ജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്നലെ നമ്മുടെ 2 സഹോദരങ്ങൾ 19 വയസ്സും 18 വയസ്സുമുള്ള ഈ ആമ്പല്ലൂർ പഞ്ചായത്തിൽ താമസിച്ചു വന്നിരുന്ന 2 പേർ ഇവിടെ അതിദാരുണ്യമായി ഇന്നലെ ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങോട്ട് കടക്കുമ്പോൾ മരണപ്പെട്ടുപോയി. നമുക്കെല്ലാവർക്കും അറിയാം, പുതുക്കാട് KSRTC സ്റ്റാൻഡിന്റെ മുൻവശം
തീർച്ചയായിട്ടും അതൊരു മരണക്കെണിയാണ്. അത് താനേ ഉണ്ടായതോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടപെടൽ മൂലം ഉണ്ടായതോ ആയ ഒരു മരണക്കെണിയല്ല. ഇവിടുത്തെ സർക്കാരും അധികാരികളും ജനപ്രതിനിധികളും ഇവരെല്ലാവരും തന്നെ സ്റ്റാൻഡിന് സമീപം വൻ ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. അധികാരികളുടെ മുമ്പിൽ നിരന്തരമായ ജനജീവിതങ്ങൾ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന ജനപ്രതിനിധികളും MLA MP ഒക്കെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഇന്ന് ഈ KSRTC കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുതുക്കാട് സെന്ററും ഈ KSRTC പരിസരവും നൂറുകണക്കിന് അപകടങ്ങൾ നടന്നിട്ട് 100 പേര് മരിക്കുകയും നമ്മൾ ഇന്നലെ വളരെ കണ്ണീരോടെയുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലൂടെ നമ്മുടെ പുതുക്കാടിന്റെ വികസനത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന KSRTC സ്റ്റാൻഡ് ഇന്നിവിടെ ഒരു മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് വഴി അല്ലെങ്കിൽ മറ്റേ മണലിപ്പുഴ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടി കടത്തിവിട്ട് ചിമ്മിനി ഡാം റൂട്ടിലേക്ക് കടത്തി അവരെ വീണ്ടും ബ്ലോക്കിലേക്ക് തന്നെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി, ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ സ്ഥലം MLA കണ്ടുപിടിക്കുമെന്ന്. സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പിന്നാലെ പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്തു. ഇതിനിടെ KSRTC ബസ് സ്കൂട്ടറിൽ ഇടിച്ച് അപകടമുണ്ടായി. കൽക്കുഴി സ്വദേശി ശ്രീനിവാസന് നിസാര പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ദേശീയപാത 544-ൽ പാലിയേക്കരയ്ക്കും കൊരട്ടിക്കും ഇടയിൽ മാത്രം 36 മണിക്കൂറിനിടെ വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിനു മുൻപിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേരാണ് മരിച്ചത്. വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ അൻസന്റെയും ചാൻസിയുടെയും മകൻ 18 വയസ്സുള്ള ആൻസ്റ്റീൻ, വരന്തരപ്പള്ളി സ്വദേശി വെണ്ണത്തുപറമ്പിൽ ജോയിയുടെ മകൻ 18 വയസ്സുള്ള അലൻ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ഇരുവരും വിദ്യാർത്ഥികളാണ്. ദേശീയപാതയിലെ കൊടകര പഴയ വൃന്ദാവൻ ജംഗ്ഷന് സമീപം ലോറിയിടിച്ച വഴിയാത്രികനായ കൊടകര അഴകത്ത് കൂടാരത്തിൽ 55 വയസ്സുള്ള രാജമണി മരിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു. ബംഗാൾ സ്വദേശിയായ 51 വയസ്സുള്ള സോഭാൻ മണ്ഡലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിയുടെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ കുടുങ്ങിയാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത്. അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കേറ്റിരുന്നു. പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ 40 വയസ്സുള്ള നീത ഫർസിൽ, 18 വയസ്സുള്ള താരമോനി സോരൻ ഇവരെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ദേശീയപാതയിലെ പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ മടത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കോൺട്രാക്ടറാണ്. ശനിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനു സമീപം സർവീസ് റോഡിൽ കാനയ്ക്ക് മുകളിൽ ചരിവ് വച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ഇതിൽ തട്ടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ പുറകെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ യാത്രക്കാരുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുകൂടാതെ കഴിഞ്ഞ 2 ദിവസമായി ആമ്പല്ലൂരിൽ ശക്തമായ ഗതാഗതക്കുരുക്കാണ്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുരുക്കിൽ ദേശീയപാത സ്തംഭിച്ച സ്ഥിതിയാണ്. ചാലക്കുടി ഭാഗത്തേക്കാണ് ശക്തമായ ഗതാഗതക്കുരുക്ക് ഉള്ളത്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ടോൾ പ്ലാസ വരെയും പാലിയേക്കര മേൽപ്പാലം വരെയും എത്തിയിരുന്നു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വീതി കുറച്ചതോടെയാണ് 3 ദിവസമായി ഗതാഗതക്കുരുക്ക് മുറുകിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ രൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു. ടോൾ ഒഴിവാക്കി സഞ്ചരിക്കുന്ന കല്ലൂർ ആമ്പല്ലൂർ റോഡിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ദേശീയപാത സ്തംഭിക്കുന്ന സ്ഥിതിയിലെത്തിച്ചു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ആമ്പല്ലൂർ കടക്കാൻ ചില സമയങ്ങളിൽ അരമണിക്കൂർ വരെ വേണ്ടി വന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഏറെ നേരം കാത്തുകിടന്നാണ് കടന്നുപോയത്. തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായി മണലി വടക്കുമുറി BL റോഡ് കല്ലൂർ റൂട്ടിലും സഞ്ചരിച്ചതോടെ ആമ്പല്ലൂർ കല്ലൂർ റോഡിലും ഗതാഗതക്കുരുക്കുണ്ടായി.
ആമ്പല്ലൂരിലെ തിരക്കൊഴിവാക്കാൻ NHAI അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൂടാതെ ആമ്പല്ലൂർ സെന്ററിലെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചാൽ ഗതാഗതക്കുരുക്കിന് ചെറിയ ശമനം ലഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വീതി കുറച്ചതോടെയാണ് 3 ദിവസമായി ഗതാഗതക്കുരുക്ക് മുറുകിയത്. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പുതുക്കാട് പെൻഷൻ ഭവൻ ഹാളിൽ നടത്തിയ പരിപാടി KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിപണനവും ഉപയോഗവും അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൻ്റെ ഭാഗമായി HRPM ആമ്പല്ലൂരിൽ സാമൂഹിക പരിവർത്തന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബൈജു കോരേച്ചാൽ അധ്യക്ഷനായിരുന്നു. പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, മുഹമ്മദ് ബഷീർ സൈനി, കുമാരൻ പോത്തിക്കര, ബിനു മാന്നാമംഗലം, സുധൻ കാരയിൽ എന്നിവർ പ്രസംഗിച്ചു. ഔദ്യോഗികമായ കണക്കുകൾ നമ്മളോട് ഇപ്പോൾ പറയുന്നു. അത് ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം ആ ഒരു വ്യാപനത്തിന്റെ നേർചിത്രങ്ങൾ ഇവിടെയും നമുക്ക് പ്രകടമാണ്. പിന്നെ ഡീഅഡിക്ഷൻ സെന്ററിലേക്ക് അങ്ങനെ കാര്യം പോകാൻ പറയും. ഇവരാരും പറയും എൻ്റെ മക്കൾ അങ്ങനെ പ്രശ്നങ്ങൾ തന്നിട്ട് അവരത് കൊണ്ടുപോയില്ല. അങ്ങനെ കുറെ അധികം കേസുകൾ നമുക്കറിയുന്ന കേസുകളുണ്ട്. ഇവരൊക്കെ പറഞ്ഞ് തിരുത്താമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട് ഇന്ന് നമ്മുടെ സമീപത്തും നമുക്കറിയാം. നമ്മുടെ 2 ദിവസം മുൻപുമാണ് തൃശ്ശൂരം കഴിഞ്ഞത് അല്ലേ? അതിലൊന്ന ഒരു വീഡിയോ നാടാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വൈറലാവുകയാണ്. ഇന്നലെയാണ് നമ്മുടെ SLC റിസൾട്ട് വന്നത്. എൻ്റെ മകളുടെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അത്യാവശ്യം നല്ലൊരു നിലവാരത്തിൽ പാസ്സാവുകയും ചെയ്തു. പക്ഷേ ഓരോ വീഡിയോയിൽ അല്ലെങ്കിൽ ഓരോ സീനിലെല്ലാം ഈ മദ്യം കഴിക്കുന്ന ഒരു സീനില്ലാത്തൊരു സിനിമകൾ പോലും ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അവനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ ആ രക്ഷിതാക്കന്മാർ അത് ശ്രദ്ധിച്ചപ്പോഴാണ് ഇവൻ വരുന്നത് എന്നും ഈ അല്പം ഈ സാധനമായിട്ട് വന്ന് അവന് കൈമാറുന്നു, അവൻ ഉപയോഗിക്കുന്നു, അവൻ അത് മുതൽ വൈരിന്റെ ആകുന്നില്ല. രാജ്യസുരക്ഷയ്ക്കും പൗരന്മാരുടെ സംരക്ഷണത്തിനും വേണ്ടി രാപ്പകലില്ലാതെ അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി കൊടുങ്ങ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വലിയ ഗുരുതി, വിശേഷാൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. സമൂഹ പ്രാർത്ഥനയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. മാഞ്ഞൂർ BBLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 9-ന് സ്കൂളിൽ നടക്കും. ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. ചേറ്റുവ പാലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ വെച്ച മാരക രാസലഹരിയായ MDMA-യുമായി ചേറ്റുവ പുത്തൻപീടികയിൽ വീട്ടിൽ 30 വയസ്സുള്ള നസറുദ്ദീനും ചാവക്കാട് കൊട്ടിപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള അഫ്സാദുമാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതി. റോഡുകളിലും മറ്റും പോലീസിന്റെ പരിശോധനകളിൽ നിന്നും ഒഴിവാക്കും എന്നതാണ് ലഹരി കച്ചവടത്തിന് ഇവർ ആംബുലൻസ് തിരഞ്ഞെടുത്തത്. രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു. രാസലഹരി മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ സംഘത്തെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തൃശൂർ റൂറൽ DCP DYSP ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ, സബ് ഇൻസ്പെക്ടർമാരായ ജയരാജ്, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CK ബിജു, സുരേഖ്, ജിനേഷ്, അരുൺ, ഷിജു, സിവിൽ പോലീസ് ഓഫീസർ AB നിഷാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് സഹിതം പ്രതികളെയും പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കുട്ടനല്ലൂർ ശ്രീ
സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിൽ 2024-2025 അധ്യയന വർഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിയോളജി, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാള വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്ത ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും നെറ്റ്, PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ബയോഡാറ്റയും അസൽ രേഖകളും ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും സഹിതം മെയ് 23 രാവിലെ 10:30 കോളേജിൽ എത്തിച്ചേരണം. ഫോൺ 048723530022. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,045 രൂപയും പവന് 72,360 രൂപയും രേഖപ്പെടുത്തി. മുപ്ലിയം മരോട്ടിക്കൽ ജോണിയുടെ ഭാര്യ മേരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടാലി അന്നാംപാടം പടിഞ്ഞാറത്തല റപ്പായി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആമ്പല്ലൂർ ചിരിയങ്കണ്ടത്ത് അബ്രഹം അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര മുത്രത്തിക്കര വിളക്കുതറ രാമദാസ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9:30 ഇരിങ്ങാലക്കുട SN മുക്തിസ്ഥാനിൽ. ഭാര്യ ക്ലൈജ എന്ന ഷൈല, നിതിൻ, ദിനേഷ് എന്നിവർ മക്കളും കാവ്യ, അമൃത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ വടത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. മരണത്തിലും ഒന്നിച്ച സുഹൃത്തുക്കൾക്ക് വികാരനിർഭരമായ യാത്രയയപ്പ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളായ ആൻസ്റ്റീനിന്റെയും അലന്റെയും സംസ്കാരം പള്ളിക്കുന്ന് സെമിത്തേരിയിൽ നടത്തി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് ദേശീയപാത സ്തംഭിക്കുന്ന സ്ഥിതിയിലെത്തിച്ചു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന്റെ ഭാഗമായി HRPM ആമ്പല്ലൂരിൽ സാമൂഹ്യ പരിവർത്തന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.